യുവജന സംഘടനകൾ കൂടുതൽ കേരളത്തിൽ കരുത്താർജിക്കണം, യുവജന പ്രക്ഷോഭങ്ങൾ നടക്കണം. പക്ഷേ ഇത് നടത്തുന്നത് ഭരണവിലാസം സംഘടനയായി ഒരു സംഘടനയും അധപ്പതിക്കരുത്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല യുവജന പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കേണ്ടത്. ആര് ഭരിച്ചാലും അതിനൊരു തിരുത്തൽ ശക്തിയായി യുവജന പ്രസ്ഥാനങ്ങൾ മാറണം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ പാർത്തൻ നേരത്തെ പറഞ്ഞതുപോലെ ആമസോൺ കാടുകളിൽ തീപിടിച്ചാൽ തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് അല്ല മാർച്ച് നടത്തേണ്ടത്. കേരളത്തിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത്, ഇന്ത്യയിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യേണ്ട ഒരു സംഘടന ഭരണവിലാസം സംഘടനയെ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇവർക്ക് ഇനി കൂത്തുപറമ്പിന്റെ സമര ഓർമ്മകളൊന്നും കേരളത്തിൽ വിളിച്ചു പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു സംഘടനയുടെ നിലവാര തകർച്ചയെയാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് സന്ദീപ് വാര്യർ മാത്രമല്ല, പല ആളുകളും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സന്ദീപ് വാര്യർ കേരളത്തിൽ പാർത്ഥം പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ഇത്തരം ട്രോളുകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക പ്രാവീണ്യം സന്ദീപ് വാര്യർക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രത്തോളം ചർച്ചയായി മാറുന്നത്. നമുക്ക് അതിന്റെ ലൈക്കുകളുടെ എണ്ണം, ഷെയറുകളുടെ എണ്ണവും കമന്റുകളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാവും. മറ്റു ചില ആളുകളെ പോലെ അല്ല, അദ്ദേഹം കൃത്യമായി കുറിക്കുകൊള്ളുന്ന ട്രോളുകളാണ് സന്ദീപ് വാര്യരുടെ ഒരു മാസ്റ്റർ പീസ്. അദ്ദേഹം ഇക്കാര്യം കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ പോലെയുള്ള ഇത്തരത്തിലൊരു യുവജന സംഘടന ഇത്രത്തോളം അധപ്പതിച്ചത് നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.